Hello guys, welcome to a new video. Today we'll be discussing the short story The Goddess of Revenge by Lalitambika Andarjanam, which comes under MAS for Kerala Culture and Literature. So first of all, let's talk about the author. Lalitambika Andarjanam was an Indian author and social reformer best known for her literary works in the Malayalam language. She was influenced by the Indian independence movement and social reform movements among the Nambudiri community, and her writings reflect a sensitivity to the women's role in society, in the family, and as an individual. Her published over consist of short stories, poems, children's literature, and a novel Agni Sakshi, which won the Kendra Sahitya Academy Award and Kerala Sahitya Academy Award in 1977. Her autobiography, Atmakadhykkoru Aamugham, is also considered a significant work in the Malayalam literature. Her other works include ആദ്യത്തെ കഥകൾ, തകർന്ന തലമുറ, കിളിവാതിലിലൂടെ, കൊടുങ്കാറ്റിൽ നിന്ന്, മൂടുപടത്തിൽ, അഗ്നിപുഷ്പങ്ങൾ, and സീത മുതൽ സത്യവതി വരെ. So in this particular short story, The Goddess of Revenge, the story is that of Tatrikutti or Kuriyedathu Tatre as she is popularly known, and her Smartha Vicharam, which led to the excommunication of not only her but almost 65 men who have been said to have slept with her. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ ഒറിജിനൽ ടൈറ്റിൽ എന്ന് പറയുന്നത് പ്രതികാര ദേവത എന്നാണ്. അതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത് താത്രിക്കുട്ടി അല്ലെങ്കിൽ കുറിയെടുത്ത് താത്രി എന്ന് നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുള്ള ഒരു മുത്തശ്ശി കഥ പോലെ കേട്ടിട്ടുള്ള ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഇത് ശരിക്കും ഒരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. കുറിയെടുത്ത് താത്രി എന്താണ് പല വേർഷൻസും ആ ഒരു കഥാപാത്രത്തെ സംബന്ധിച്ച് വരുന്നുണ്ട്. എന്തായാലും പ്രധാന കാതലായിട്ട് വരുന്നത് ഈ ഒരു താത്രിക്കുട്ടി എന്നുള്ളൊരു ഒരു സ്ത്രീ വിവാഹശേഷം ഒരുപാടധികം ഹരാസ് ചെയ്യപ്പെടുന്നുണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ പല ആൾക്കാരും ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ഇത്രയും ഒരു അപവാദങ്ങൾ വരുമ്പോൾ ആ ഒരു സ്ത്രീയെ ഒരു മൂലയിൽ നിർത്തിക്കൊണ്ട് ഒരു സ്മാർത്ഥ വിചാരം നടത്തും. ആ ഒരു സ്മാർത്ഥ വിചാരത്തിൽ താത്രി ഏകദേശം 65ഓളം ആണുങ്ങളുടെ പേര് പറയുന്നുണ്ടെന്നും ഇത്രയും ആൾക്കാർ അങ്ങനെ ഒരു ഹരാസ് ചെയ്തു എന്നുള്ളൊരു എവിഡൻസ് സഹിതമാണ് ആ ഒരു പേരുകളെല്ലാം പറയുന്നത്. അങ്ങനെ താത്രിയോടൊപ്പം ഈ പറഞ്ഞ പേരുകളിലുള്ള എല്ലാവരും ആ ഒരു എക്സ്കമ്മ്യൂണിക്കേറ്റ് ആവുകയാണ്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തള്ളപ്പെടുകയാണ്. അതിനെയാണ് കുറിയെടുത്ത താത്രിയുടെ സ്മാർത്ഥ വിചാരം എന്ന് പറയപ്പെടുന്നത്. റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഒരുപാടധികം പല വേർഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്, പല രീതിയിലുള്ള വീഡിയോസും അവൈലബിൾ ആണ്. ആ ഒരു താത്രിക്കുട്ടി അല്ലെങ്കിൽ കുറിയെടുത്ത താത്രിയാണ് ഈ ഒരു ലളിതാംബിക അന്തർജനത്തിൻ്റെ ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിലും കഥാപാത്രമായി വരുന്നത്. അതായത് അന്തർജനം ഒരു കഥ എഴുതാനിരിക്കുകയാണ്. ആ സമയം താത്രിയുടെ ആ ഒരു ആത്മാവ് ഈ ഒരു ഓഥറിനെ വന്ന് കാണുന്നു. അങ്ങനെ സ്വന്തം കഥ നറേറ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത്. So that's the story about Tatrikutti questions the moral policing in society that inevitably tries to suppress and exploit women in different ways. കാരണം യഥാർത്ഥ കഥ എടുത്തു നോക്കുമ്പോഴും 65ഓളം ആണുങ്ങളാണ് ഈ ഒരു സ്ത്രീയെ ഹരാസ് ചെയ്തത്. പക്ഷെ അവിടെയും എടുത്തു പറയുന്ന പേര് താത്രയുടെ പേരാണ്. വേറെ ഒരു ആൾക്കാരുടെയും പേര് അവിടെ എടുത്ത് പറയുന്നില്ല. അല്ലെങ്കിൽ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ താത്രയുടെ പേരാണ് അവിടെ എടുത്ത് പറയുന്നത്. താത്രയാണ് തെറ്റ് ചെയ്തത്, താത്രയാണ് ശിക്ഷിക്കപ്പെടേണ്ടതെന്നുള്ള രീതിയിൽ ആണ് പലരും പറഞ്ഞു വെക്കുന്നത്. അവിടെ അത്രത്തോളം അതേ രീതിയിൽ തന്നെ കളങ്കേറ്റിട്ടുള്ള 65 മേളിലോ ഉള്ള ആ ഒരു ആൾക്കാരെ കുറിച്ച് വളരെയധികം കാര്യങ്ങൾ നമുക്ക് അറിയുന്നില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് മാത്രമേ അവിടെ സംസാരിക്കപ്പെടുന്നുള്ളൂ. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ഒരു മോറൽ പോലീസിങ്. ആ ഒരു വിക്ടിം സൈഡ് എപ്പോഴും സ്ത്രീകളാണ് കൂടുതലും കണ്ടുവരുന്നത്. അതിനുശേഷം ഈ ഒരു താത്രിക്കുട്ടി സ്വന്തം കഥ പറയുകയാണ്. അതിൽ തന്നെ ആ ഒരു നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ നമ്പൂതിരി സ്ത്രീകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെയാണ് അവരെ വേളി കഴിച്ച് വിടുന്നത്. വേളി എന്നാണ് അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലെ കല്യാണത്തെ പറയുന്നത്. അങ്ങനെ താത്രയും കല്യാണം കഴിച്ച് വിടുകയാണ്. ചെറിയൊരു പ്രായത്തിലാണ് കല്യാണം കഴിയുന്നത്. പക്ഷേ താത്രിക്കുട്ടിയുടെ ഭർത്താവായിട്ട് വരുന്നത് ഒരു വയസ്സായ ഒരു കാരണവരോ അങ്ങനത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ബാധിച്ച ആളോ ഒന്നുമല്ല. പണ്ടത്തെ കാലത്ത് അതും ഒരു
എന്താ പറയുന്നത്, കോമൺ ആയിട്ടൊരു ഫാക്ടറായിരുന്നു. കൂടുതലും ഒരു കാരണവർ തന്നെ ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ സാധിക്കും. അതിപ്പോൾ എത്ര വയസ്സായാലും അതൊരു ഏജ് എന്നൊരു ഫാക്ടർ അവിടെ ഒരു ബാധകമല്ല. പക്ഷെ താത്രിക്കുട്ടിക്ക് കിട്ടിയത് നല്ല എന്താണ് ചെറുപ്പവും ആരോഗ്യമൊക്കെ ഉള്ളൊരു ആളാണ്. അത് തന്നെ ഒരു ഭാഗ്യമായിട്ടാണ് താത്രിക്കുട്ടി പറഞ്ഞു വെക്കുന്നത്. മാത്രമല്ല ആ ഒരു ആൾക്ക് വേറെ ഭാര്യമാരൊന്നും ഇല്ലായിരുന്നു, അതും ഒരു ഭാഗ്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു എന്താ രീതി ജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടിയായിരുന്നു. അത്യാവശ്യം നല്ല പൈസയും അതുപോലെ തന്നെ ഫുഡും ക്ലോത്തിങ്ങും എല്ലാം കൂടിയുള്ള നല്ലൊരു രീതിയിലുള്ളൊരു ജീവിതമാണ് താത്രിക്കുട്ടിക്ക് കിട്ടിയത്. മാത്രമല്ല എന്താണ് ആ ഒരു ഭാര്യയുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി താത്രി കഴിയുന്നിടത്തോളം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ എന്താണ് ഒരു ദിവസം ഈ ഒരു ഭർത്താവ് വേറൊരു സ്ത്രീയെ കൊണ്ടുവരുന്നുണ്ട്, തൻ്റെ ഭാര്യയായിട്ട്, രണ്ടാമത്തെ ഭാര്യയായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് താത്രി ഒരു രീതിയിൽ ഒരു സേവകയായിട്ട് മാറുന്നുണ്ട്. ഇവർക്ക് വേണ്ടി വെച്ച് വിളമ്പുന്നു, ഇവർക്ക് വേണ്ടി കിടപ്പറ ഒരുക്കി കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ. ഒരു ദിവസം ഇവർ തമ്മിൽ ആ ഒരു വഴക്കുണ്ടാകുന്നുണ്ട്. അതായത് താത്രി ആ ഒരു സ്ത്രീയെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ള രീതിയിൽ വിളിക്കുന്നുണ്ട്. ആ സമയം ഭർത്താവ് പറയുന്നുണ്ട്, ഇവളൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് തന്നെ ആയിക്കോട്ടെ, എന്താണ് എനിക്ക് അങ്ങനത്തെ ആൾക്കാരാണ് ഇഷ്ടം, നിനക്ക് എന്നെ പ്ലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിനക്ക് എൻ്റെ ഇവിടെ ഭാര്യയായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ നീയും പോയി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ട് വരൂ എന്നുള്ള രീതിയിൽ ഭർത്താവ് പറയുന്നു. അതിനുശേഷം താത്രി സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ്. അവിടെയും താത്രിയാണ് എല്ലാവരും കുറ്റം പറയുന്നത്. അതായത് നീ എന്തിനാണ് ഭർത്താവിൻ്റെ വീട് വിട്ട് വന്നത്, അത് നാണക്കേടാണ്, സമൂഹം എന്ത് പറയും എന്നുള്ള രീതിയിൽ താത്രിയാണ് അവിടെ ബ്ലെയിം ചെയ്യപ്പെടുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കഴിയുന്നു. പിന്നീട് ആ ഒരു ലൊക്കാലിറ്റിയിൽ വളരെയധികം സൗന്ദര്യവും അത്രത്തോളം ബുദ്ധിയുമുള്ള ഒരു സ്ത്രീയെ കുറച്ച് നാട്ടുകാരവിടെ കാണുന്നു. എന്താണ് ഈ ഒരു സ്ത്രീയെ അത്രയും സൗന്ദര്യമുണ്ട്, അങ്ങനെ തന്നെ പല ആൾക്കാരും ആ ഒരു സ്ത്രീയെ സമീപിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ത്രീ അവരോട് പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളൊരു ആളാണ്, എനിക്കൊരു ഭർത്താവുണ്ട് എന്നുള്ള രീതിയിൽ എല്ലാ സത്യങ്ങളും ഈ ഒരു സ്ത്രീ തന്നെ സമീപിക്കുന്ന എല്ലാ ആണുങ്ങളോടും പറയുന്നുണ്ട്. പക്ഷെ ആണുങ്ങൾക്ക് അതൊന്നും ഒരു എന്താണ് പ്രശ്നമല്ല. അവർക്ക് ഈ ഒരു സ്ത്രീയുടെ സൗന്ദര്യം അവർക്ക് ഇഷ്ടപ്പെട്ടു, അത് ആസ്വദിക്കണം. അതുകൊണ്ട് തന്നെ ആ ഒരു രാത്രി കഴിഞ്ഞുകൂടാൻ ഇവർക്ക് എന്താണ് ഈ സ്ത്രീ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു ഭർത്താവുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും അവർക്ക് അതൊരു പ്രശ്നമല്ല. അങ്ങനത്തെ രീതിയിൽ എന്താണ് ആ ഒരു ലൊക്കാലിറ്റിയിൽ അങ്ങനത്തെ ഒരു റൂമർ വരുന്നുണ്ട്, ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ട്, അവരെ സമീപിക്കാൻ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ പല ആണുങ്ങളും ഈ ഒരു സ്ത്രീയെ സമീപിക്കുന്നുണ്ട്. അതിനുശേഷം ഒരു ദിവസം താത്രിയുടെ ഈ ഒരു ഭർത്താവും ഈ ഒരു സ്ത്രീയെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാത്രി സ്പെൻഡ് ചെയ്യുന്ന ശേഷം അടുത്ത ദിവസം പോകുന്ന സമയത്ത് ഈ ഭർത്താവ് ഈ സ്ത്രീയോട് പറയാണ്, നിന്റെ അത്രയും ഒരു സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു സ്ത്രീയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ സ്ത്രീ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഭാര്യയ്ക്ക് പോലും നിങ്ങളുടെ ഭാര്യയെ പോലും നിങ്ങൾ ഓർക്കുന്നില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയുടെ അത്രയും സൗന്ദര്യം എനിക്കുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴാണ് ഈ ഒരു ആള് ഈ സ്ത്രീയെ ശരിക്കും ഒന്ന് നോക്കുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത്, താൻ വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ച് വിട്ട് പിണങ്ങി സ്വന്തം വീട്ടിൽ പോയ താത്രിക്കുട്ടിയാണ് ഈ സ്ത്രീ. അതായത് താത്രി അത്രയും വർഷങ്ങൾക്കപ്പുറം ഒരു പക്ഷേ വളർന്നതുകൊണ്ടായിരിക്കാം, കാരണം ചെറിയൊരു പ്രായത്തിലാണ് കല്യാണം കഴിഞ്ഞത്, ആ ഒരു പ്രായത്തിൽ തന്നെ ആയിരിക്കാം വീട് വിട്ട് ഇറങ്ങിയത്. ഒരു പക്ഷെ അത്രയും വർഷത്തെ ആ ഒരു ഗ്യാപ്പിൽ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ താത്രി അത്രയും വളർന്നതുകൊണ്ടായിരിക്കാം ഈ ഒരാൾക്ക് പോലും സ്വന്തം ഭാര്യ ആ സമയത്ത് മനസ്സിലായില്ല. മാത്രമല്ല ഈ ഒരു രാത്രിയെല്ലാം സ്പെൻഡ് ചെയ്യുന്ന ശേഷമാണ് മനസ്സിലാവുന്നത്, ഈ ലൊക്കാലിറ്റിയിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സ്ത്രീ വേറെ ആരുമല്ല, താൻ വർഷങ്ങൾക്ക് മുമ്പ് വേളി കഴിച്ച് താത്രി തന്നെയാണ് എന്ന് ഇയാൾക്ക് മനസ്സിലാവുന്നത്. അതിനുശേഷം ഇയാൾ ഇറങ്ങി ഓടുകയാണ്. അതിനുശേഷമാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്മാർത്ഥ വിചാരം നടക്കുന്നത്. അതിൽ താത്രി ഏകദേശം 65ഓളം ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്, തന്നെ സമീപിച്ചിട്ടുള്ള ആൾക്കാരുടെ പേരെല്ലാം പറയുന്നുണ്ട്. മാത്രമല്ല എവിഡൻസും കൊടുക്കുന്നുണ്ട്. കാരണം ഈ ആണുങ്ങളെല്ലാം ഈ താത്രിയെ സമീപിക്കുന്ന സമയത്ത് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്, ഓരോ രീതിയിൽ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട്, പല രീതിയിലുള്ള പൊന്നും പണവും ആഭരണങ്ങളും വസ്ത്രങ്ങളും എല്ലാം. ഇതൊക്കെ എവിഡൻസായി വെച്ചുകൊണ്ട് ഇന്ന ആൾ എന്നെ സമീപിച്ചു, ഇതാണ് ഇയാൾ എനിക്ക് തന്ന സമ്മാനം, ഇതാണ് എവിഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് താത്രി ഓരോ ആൾക്കാരുടെയും പേര് വിളിച്ച് പറയുകയാണ്. അങ്ങനെ ഈ അത്രയും ആൾക്കാരും താത്രിയുടെ കൂടെ
ആ സമൂഹത്തിൽ നിന്ന്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് തള്ളപ്പെടുകയാണ്. ഇതിൻ്റെ ഒരു ഐറണി കാണേണ്ടത്, ഈ 65 പേരെല്ലാവരും തന്നെ സമൂഹത്തിൽ വലിയ ഒരു പേരും പ്രശസ്തിയും പണവും എല്ലാം തന്നെ ഉള്ള ആൾക്കാരാണ്. അത്രയും ഒരു ആഡംബരം കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അധികാരം കൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇത്രയും വലിയൊരു പാപം. അതും താത്രി കല്യാണം കഴിച്ചിട്ടുള്ള ഒരു ആളാണ്, ഭർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി അത്രയും ഒരു നമ്പൂതിരി ഒരു സ്ത്രീയെ സമീപിക്കാൻ യാതൊരു മടിയില്ലാതിരുന്ന ആൾക്കാരാണ്. പുറമേ പല കാര്യങ്ങളും പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന മഹാന്മാരാണ് ഇത്രയും ഒരു കളങ്കത്തിൽ പെട്ടുകിടന്നത്. അത് ഒരു ഐറണിയാണ്. അവസാനം ഈ സ്മാർത്ഥ വിചാരം ശരിക്കും തീരുന്നില്ല, പകുതിക്ക് വെച്ച് നിൽക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിൻ്റെയും പല രീതിയിലുള്ള കഥകളാണ് പുറത്തു വരുന്നത്. ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയെന്ന് പറയുന്നത്, പേരുകളെല്ലാം പറയുന്ന കൂട്ടത്തിൽ അവസാനം അവിടുത്തെ നാടുവാഴിയായിട്ടുള്ള തമ്പുരാൻ്റെ പേര് വരെ താത്രി പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. അതായത് അവസാനം രാജാവിൻ്റെ പേര് പറയുന്നു, അതിൻ്റെ എവിഡൻസ് ആയിട്ട് രാജാവ് കൊടുത്തുള്ളൊരു മുദ്രമോതിരമുണ്ട്, അത് കൊടുക്കുന്നു. ആ സമയത്താണ് അവർ സ്മാർത്ഥ വിചാരം നിർത്തിവെച്ചതെന്ന് പറയുന്നു. കാരണം അവസാനം രാജാവിന് വരെ നാണക്കേടാകും, രാജാവിൻ്റെ പേര് വരെ പുറത്ത് പറയുമെന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ അവർ മനഃപൂർവ്വം നിർത്തിവെച്ചതാണ് എന്നും പറയപ്പെടുന്നുണ്ട്. എന്തായാലും അങ്ങനെയാണ് സ്മാർത്ഥ വിചാരത്തിൻ്റെ ആ ഒരു കഥ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മോറൽ ലെസൺ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, താത്രി questions the slimy morals of our society in the story. She winds up the narration of an eventful trial with a series of questions to her listeners. Do you think that was the revenge of just one prostitute? Wasn't that a setting of scores on behalf of all the Nambudiri women who were suffering untold misery? Tell me, sister, who is at fault? The men who make women fallen to quench their insatiable lust, or the women who slip and fall in her attempt to fight him? Who would you hate more? Who will you excommunicate? അതായത് താത്രിയുടെ സ്മാർത്ഥ വിചാരം കൊണ്ടുണ്ടായ ഒരു മോറൽ ലെസൺ ശരിക്കും ആരാണ് ശരിക്കും കുറ്റക്കാർ? താത്രിയാണോ അതോ താത്രിയെ ഈ ഒരു കൃത്യത്തിലേക്ക് പ്രേരിപ്പിച്ച ആൾക്കാരാണോ? അതാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇത് റിവെഞ്ച് എന്ന് പറയുമ്പോൾ പോലും, അതായത് താത്രി പേര് വിളിച്ച് പറയുന്നത് ഒരു പ്രതികാരത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നവർക്ക് പോലും ആരുടെ പ്രതികാരമാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടി അവരെ ഉത്തരം പറയണം. താത്രിയുടെ മാത്രം പ്രതികാരമാണോ, അതോ ഈ താത്രിയെ പോലെ തന്നെ ഈ ഒരു കൃത്യത്തിലേക്ക് പ്രേരിക്കപ്പെടുന്ന കുറേ പേരുണ്ട്. പലപ്പോഴും സ്ത്രീകളെ അങ്ങനത്തെ രീതിയിൽ ചൂഷണം ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് താത്രി പോലത്തുള്ള നമ്പൂതിരി സ്ത്രീകളെ തങ്ങളുടെ ബലവും അധികാരവും ഉപയോഗിച്ച്, സ്വാധീനം ഉപയോഗിച്ച് അത്രമാത്രം ഒപ്രസ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ. ആ ഒരു പേട്രിയാർക്കിക്കൽ കമ്മ്യൂണിറ്റി ആയിരുന്നു ആ സമയത്തും ഈ സമയത്തും. പക്ഷെ അപ്പോൾ പേട്രിയാർക്കി സൊസൈറ്റിക്ക് അത്രയും ഒരു പവറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും അടിച്ചമർത്താൻ പറ്റുന്ന അധികാരം ഉണ്ടായിരുന്നവരാണ് കൂടുതലും ഈ ഒരു സ്ത്രീകളെ ഈ ഒരു രീതിയിലേക്ക് പ്രേരിപ്പിച്ചത്. അപ്പോൾ ശരിക്കും കുറ്റം ചെയ്തത് ഈ ഒരു കൃത്യത്തിലേക്ക് വന്നവരാണോ, അവരെ ആ രീതിയിലേക്ക് വഴി തെളിയിച്ച് വിട്ടവരാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് താത്രി ചോദിക്കുന്നത്. However, Antarjanam does not make explicit her stand on the Tatri issue, choosing instead a complex narrative strategy, leaving it to the readers to interpret the story as they please. അതായത് ഈ ഒരു സ്റ്റോറിയിൽ അന്തർജനത്തിൻ്റെ ഒരു സ്റ്റാൻഡ് നമുക്ക് കിട്ടുന്നില്ല, ന്യൂട്രൽ ആയിട്ട് ഒരു സ്റ്റാൻഡാണ്. അതുപോലെ തന്നെ ഓപ്പൺ ടു ഇൻ്റർപ്രിട്ടേഷൻ ആണ്. കാരണം ഈ ഒരു കഥ വായിക്കുമ്പോഴും നമുക്ക് നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, നമ്മുടെ ഒരു ഒപ്പീനിയൻ വെച്ച് നമുക്കൊരു എൻഡിങ് ചെയ്യാം. നമുക്ക് ആരെയാണോ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം, നമ്മുടെ ഒരു മനസ്സിലാക്കിയ രീതി എങ്ങനെയാണോ അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോറിക്ക് ഒരു എൻഡിങ് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡിലാണ് ഈ ഒരു ഓഥർ ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതി വെച്ചിട്ടുള്ളത്. The story of Tatri raises fundamental questions. Are we to take an action in isolation and judge it right or wrong? Isn't the society that leads to it also responsible? Wasn't Tatri a true martyr, one who sacrificed her life and future to a so-called upper caste community out of his complacency, to make it open its eyes to see the inhuman rules it inflicted on its people, particularly women? Wasn't the voice of Tatri a clarion call for change?
ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് അൾട്ടിമേറ്റ്ലി ഈ ഒരു സ്റ്റോറിയിലും അതുപോലെ തന്നെ ചരിത്രം എടുത്ത് നോക്കുമ്പോഴും താത്രിയുടെ സ്മാർത്ഥ വിചാരത്തിൽ നമ്മൾ പറയുന്നത്. ഞാൻ പറഞ്ഞു താത്രിയുടെ സ്മാർത്ഥ വിചാരം എന്നാണ് പറയുന്നത്. അപ്പോഴും താത്രിക്കാണ് അവിടെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൊണോട്ടേഷനാണ് അവിടെ കൊടുക്കുന്നത്. താത്രി എന്നുള്ളതൊരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണ് എന്നുള്ള രീതിയിലാണ് അവിടെ പല കഥകളും പറഞ്ഞു വെക്കുന്നതും നമ്മൾ കാണുന്നതും. ഇപ്പോഴും താത്രി എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ കുറിയെടുത്ത് താത്രി എന്ന പേര് കേൾക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ആ നമ്പൂതിരി വിമൺ, ആ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായ നമ്പൂതിരി സ്ത്രീ എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. പക്ഷേ അവിടെ താത്രി മാത്രമായിരുന്നു കുറ്റക്കാരി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. ആ ഒരു സ്ത്രീയെ ആ ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ച ആൾക്കാർ, അവരുടെ കൂടെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ആയിപ്പോയ 65 പേരും അതിനും അപ്പുറം, കാരണം സ്മാർത്ഥ വിചാരം പകുതി വെച്ച് നിർത്തി എന്നാണ് പല കഥകളും പറയുന്നത്. അപ്പോൾ അതിനും അപ്പുറം പേരുകൾ ഉണ്ടായിരിക്കാം, രക്ഷപ്പെട്ടു പോയ പലരും കാണും. അപ്പോൾ അത്രയും ആൾക്കാർ അവരും കുറ്റക്കാരല്ലേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ വരുന്നത്. സോ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഡു യു തിങ്ക് താത്രി വാസ് എ വിക്ടിം or just what can I say, a prostitute like the society claims her? What do you think? You can tell me in the comment section, and do like the video if you understand the story and the morality or the moral lesson that it contains, and I'll see you in the next video. Till then, take care. Thank you.